കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണമെന്ന് ജോസ്മി പറയുമ്പോൾ, ഉടമ്പടി ജീവിതം ഒരു വളർച്ചയുടെ ജീവിതമാണ്. വളർച്ചയുടെ ജീവിതം വെച്ച് കഴിഞ്ഞാൽ തീരാത്ത വളർച്ചയാണ്. ഇതിൻ്റെ ഒന്നാം ഘട്ടം ഇപ്പം തന്നെ ഇന്നലെ ഒരു രതി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവൾ എത്രാമത്തെ സാക്ഷ്യമാണ് ഈ പറയണമെന്നറിയാവോ? 7ാമത്തെ സാക്ഷ്യമാണ് ഈ പറയണത്. ആമയും മുയലും തമ്മിലുള്ള ഓട്ടം പോലെയാണ്. മുയൽ ഉറങ്ങുന്നുണ്ട്, ആമ ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവം. വിശ്വാസത്തിൽ ഇവിടെ ആമയല്ലായിരുന്നോ? വിശ്വാസം നേരത്തെ സ്വീകരിച്ച പാരമ്പര്യ ക്രിസ്ത്യാനിയല്ലേ മുയൽ അവിടെ. പക്ഷെ മുയൽ ഉറങ്ങിപ്പോകുന്ന ആമ ലീഡ് ചെയ്യുന്ന കാഴ്ച കാണുന്നത്. എന്താ കാര്യം? രതിയുടെ ഉടമ്പടി 10ാമത്തെ ഉടമ്പടിയാണ്. 10ാമത്തെ ഉടമ്പടിക്ക് 7ാമത്തെ സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ എന്താ സംഭവം? അപ്പോൾ ഉടമ്പടി ഒരു വലിയ സാധ്യതകളുടെ ദൈവാനുഭവങ്ങളുടെ ഒരു കലവറയാണത്. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും 90 തികച്ചാൽ മതി എന്നാണ് പറയണത്, അല്ലേ? എങ്ങനെയെങ്കിലും 90 തികച്ചാൽ മതി. 90 ദിവസം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും 90 ദിവസം. അപ്പോൾ ദൈവത്തിന് അറിയാൻ പാടില്ല ഇത് 90 തികക്കാൻ വേണ്ടിയുള്ള 90 തികച്ചിട്ട് കാര്യം കാണാൻ വേണ്ടിയുള്ള അഭ്യാസമാണെന്ന്. അത് പാലും വെള്ളം ഒഴിക്കാത്ത തുളസിത്തറ പോലെ കരിഞ്ഞു പോയി സാധനം. നമ്മളെല്ലാ ദിവസവും തുളസിത്തറയെ സന്ധ്യക്ക് കൊണ്ടുപോയി നിങ്ങൾ കുളിയും ദേവാലയം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ മുഖത്ത് പാലോ അല്ലെങ്കിൽ വെള്ളമോ തളിക്കത്തില്ലേ? തളിക്കുമ്പോൾ തളിക്കാതെ ചില വീട് വിട്ടു പോയ ആൾക്കാരുണ്ട്. ഫ്ലാറ്റെടുത്ത് അവിടെ പോയി എറണാകുളത്ത് പോയി താമസിക്കണവർ. അവർ പൊറുതിയും കഴിഞ്ഞ് വരുമ്പോൾ തുളസിത്തറ കാണാനില്ല. അത് ഒരു കരിഞ്ഞ് നിൽക്കണ കാണാം. ആൾപ്പാർപ്പില്ലാത്ത തുളസിത്തറ കരിഞ്ഞു പോകും. അതുപോലെയുള്ള അനുഭവമാണ് ആത്മീയ ജീവിതത്തിലുണ്ടാകുന്നത് പലപ്പോഴും. എന്ന് വെച്ചാൽ നമ്മൾ 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള ടൈം ബൗണ്ടായിട്ടുള്ള സംഭവം ഇടുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് 90 ദിവസത്തേക്കുള്ള ജോലി കിട്ടാനുള്ള ഒരു തൽക്കാലത്തുള്ള ഒരു ഏർപ്പാടാണെന്നറിയാം. അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാര്യം 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ മഷീട്ട് ഉടക്കിയാൽ പോലും ദൈവത്തിന് മുമ്പ് നിന്നെ കാണത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. ഇത് നിസ്സാരമല്ല. ഞാൻ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒന്നാമത് സ്കാനിങ് യന്ത്രമൊക്കെ ഇന്നാളല്ലേ കണ്ടുപിടിച്ചത്. ദൈവം എത്രയോ മുമ്പേ കണ്ടുപിടിച്ചതാണ്. അദ്ദായികൾ ചോദിച്ചു, റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പം നമ്മളെ കണ്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട്. അപ്പം നീ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്താത്തുമ്പോൾ തന്നെ ഓർക്കുക, നിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് പുറത്തായി. എന്താണ്? തൽക്കാലത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്. അത് കഴിഞ്ഞാൽ നിന്നെ ദൈവത്തെ ഇതിന് ഒട്ടിച്ചുണ്ട് 4 കാലമായി വീണ് ഓടുമെന്നറിയാം. അപ്പം ആദ്യമേ അതിന് ജാമ്യം എടുക്കണം. ഉടമ്പടി വർക്കൗട്ട് ചെയ്യുക. കർത്താവേ, ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം. പറഞ്ഞേ, കർത്താവേ, ഉടമ്പടി ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം. ഉടമ്പടിയുടെ കാര്യങ്ങള് ദൈവസ്നേഹത്തിന്റെ സുവിശേഷ സാക്ഷ്യ ജീവിതമാണ്. അതിന്റെ അന്ത്യം കാണാൻ എനിക്ക് അർഹത നൽകണമേ. എന്നെ ഉടമ്പടി ജീവിതത്തിൽ നീ വളർത്തണമേ. ഉടമ്പടി ജീവിതത്തിലെ നീ വളർത്തണമേ. Hallelujah, 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 mahottam, hallelujah, 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 hallelujah. Vagdana pedagane swargin pannadane kripasanatin അപ്പോൾ ഇവർക്ക്
നമുക്കിപ്പോൾ ബോധ്യങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അതായത് ഉടമ്പടിയിൽ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എഴുതി ഇട്ടതിലല്ല രതി വളർന്നത് ഏത് സാഹചര്യത്തെയും വിശ്വാസം കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രതി വളരും. ഇന്നലെ തന്നെ 6 സാക്ഷ്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവളുടെ സാക്ഷ്യമുണ്ട്, അവളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യമുണ്ട്. കുഞ്ഞും അമ്മയും പ്രഗ്നൻ്റ് ആയിരുന്നു ഇവിടെ വരുമ്പോൾ. കഴിഞ്ഞ 5-6 മാസം മുമ്പ് വന്നായിരുന്നു കക്ഷി. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു, അപ്പന് ക്യാൻസറായിരുന്നു, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, കുഞ്ഞിന് എന്തോ ഈ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇത്രയും പ്രോബ്ലംസിലൂടെയാണ് ഈ 5-ാം ഉടമ്പടിക്കാരത്തിൽ പോണത്. 5-ാം ഉടമ്പടിയാണ്. സാക്ഷികളെല്ലാം പറഞ്ഞ് 5 പ്രാവശ്യം പറഞ്ഞിട്ട് 6-ാമത്തെ ഉടമ്പടിയിലോട്ട് കുതിക്കുമ്പോഴാണ് അപ്പന് 4th സ്റ്റേജ് ക്യാൻസർ വരണത്. പിന്നെ അവൾക്ക് തന്നെ കൊച്ചിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞോ നീയോ ആരെങ്കിലും ഒരാൾ ഉണ്ടാകത്തില്ലെന്ന് പറയും. ഉടനെ ഉടമ്പടി കാശിന് തിരുമിക്കൊണ്ട് പറയും 2 പേരും ഉണ്ടാകും ഡോക്ടർ എന്ന് പറയും. ഒരു മരുന്നും ആവശ്യമില്ലെന്ന് പറയും. ഞാൻ വിശ്വസിക്കുന്ന കൃപാസനം മാതാവിനാണ്. അതാണ് വളരണത്. ജീവിതം കൊണ്ട് വിശ്വാസം കൊണ്ട് വളരുകയാണ്. ഒരു സംഭവം നമ്മൾക്കിടയ്ക്ക് പെടച്ചതിൽ താഴെ വീഴോടാ ഡോക്ടർ പറയുമ്പോൾ, ഡോക്ടറല്ലേ പറയണത്. എന്നിട്ട് ഈ കാശിനും തിരുമ്പിട്ട് പറയും ഇത് കണ്ട 2 പേരും ഉണ്ടാകും ഡോക്ടർ എന്ന് പറയും. അതോടുകൂടി ഇവളുടെ കുഞ്ഞിൻ്റെയും പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പനെ ആർസിച്ച് കൊണ്ടുപോയിട്ട് ആ റിപ്പോർട്ട് വന്നപ്പോൾ അപ്പന് ഒരു കുഴപ്പമില്ല. ഒരു വ്യക്തി എങ്ങനെയാണ് പ്രശ്നങ്ങൾ അതിജീവിക്കണത്? ദൈവം, ജീവിക്കണ ദൈവം ആരുടെയും കുത്തകയല്ല. ജീവിതം നമുക്ക് യേശുക്രിസ്തു സുവിശേഷവും ആരുടെയും കസ്റ്റഡിയിലുമല്ല. സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെക്തപ്പെടപ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. 2 തിമോത്തി 2:9 ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ദൈവവചനം ആരുടെയും കസ്റ്റഡിയിലല്ല. ശരിക്കും പറഞ്ഞ അതിൻ്റെ വ്യാഖ്യാനം സ്വാഭാവികമായിട്ട് സഭയുടെ കസ്റ്റഡിയിലാണ്. പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് ആരിലും പ്രവർത്തിക്കും. ആരാണ് ദൈവവചനത്തെ വിശ്വസിക്കുന്നത് അവർക്ക് കർത്താവ് സംരംഭിതനാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നമ്മളെ വളർത്താൻ ഉടമ്പടിയിൽ എല്ലാ ദിവസവും വചനം വായിക്കാൻ പറയും. എന്താ കാര്യം? നീ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നിൻ്റെ വചനം വായിക്കാനുള്ള ആദ്യത്തെ പ്രാർത്ഥന. ഞങ്ങൾ വചനമൊക്കെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ അതിരത്തെ സംശുദ്ധമാക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വചനം പങ്കുവെക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ഇത് മനസ്സിലാകണില്ലെന്നാണ് പറയുന്നത്. ഫിലിപ്പോസിൻ്റെ രഥത്തിനോട് ചേർന്ന് നടക്കാൻ പറയുമ്പോൾ സിറിയക്കാരൻ ഷണ്ടം പറയണത് ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെ മനസ്സിലാകും? അപ്പം ദൈവത്തിൻ്റെ വചനം നീ തുറക്കുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി, കർത്താവേ മനസ്സിലാക്കി തരണമേ എന്ന്. അപ്പോൾ നിന്നോട് നിന്റെ ഭാഷയെ ദൈവം നിന്റെ അനുഭവത്തിലൂടെ സംസാരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഈ രതി, ഈ
കൃപാസനം പത്രം കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഒരു സാക്ഷ്യമുണ്ട് അവളുടെ. കൃപാസനം പത്രം ഇവർക്ക് ഭയങ്കര പ്രാണനാണ്. മാതാവിൻ്റെ തനത് സാന്നിധ്യമാണെന്നുള്ള ആന്തരിക ബോധ്യമൊക്കെ വീട്ടിലുണ്ട്. അത് കാരണം മഴയത്താണെങ്കിലും ആ ഓച്ചിറയിൽ നിന്ന് കൊല്ലം വരെ പോയി ഇവളീ പത്രം കൊടുക്കും. താലൂക്ക് ആശുപത്രി കൊടുക്കും, ജനറൽ ആശുപത്രി കൊടുക്കും. അപ്പോൾ പലയിടത്തും കവലകളിലൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിനക്ക് പ്രാന്താണോ കൊച്ചേ, ഇതും കൊണ്ട് വല്ലവരും ഇങ്ങനെ നടക്കുക എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ ഇവള് മുങ്ങിക്കൊണ്ട് ചേട്ടൻ മേടിച്ചിട്ട് പേടിക്കണ്ട, അടുത്ത കൊടുക്കുകയില്ല. ആ ചേട്ടനെ ഉടനെ ഇവള് ട്രാജറ്റ് ചെയ്യും. എൻ്റെ ചേട്ടനെ പറയും, ചേട്ടാ ഇപ്പം ചേട്ടന് പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ഇത് കണ്ട 100 സാക്ഷ്യങ്ങളാണ്. നിങ്ങൾക്ക് വിശ്വാസ ജീവിതം വേണമെങ്കിൽ ഈ പത്രം വായിച്ച് ഇത് അനുഭവം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങളൊന്ന് എന്നോടൊന്നും ചോദിക്കത്തില്ല. ഞാൻ എൻ്റെ അനുഭവസ്ഥയാണെന്ന് പറഞ്ഞ് വീണ്ടും ഈ സാധനം അടിച്ചേൽപ്പിക്കും. ചില ആൾക്കാർ ചെയ്യണത് മേടിച്ചില്ലെങ്കിൽ മേടിക്കാൻ അടുത്ത ആളുകൾ കൊടുത്തു പോരുകയല്ലേ. ഇതങ്ങനെയല്ല. ഇതിവൾ കുറച്ചുകൂടി അവിടെ മുന്നോട്ട് പോവുകയാണ്. എന്നുവെച്ചാൽ ഇത് അയാളുടെ കൊടുക്കേണ്ടതാണ്. അയാളിത് വാങ്ങിക്കാത്തതിൻ്റെ കാരണം അയാൾക്ക് അനുഭവങ്ങളില്ലാത്ത കൊണ്ടാണ്. അപ്പം അവളുടെ സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടും ഈ സാധനം കൊടുക്കും. അതെന്ന് വെച്ചാൽ സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി വല്ലാത്ത തീഷ്ണതയാണ്. തീഷ്ണതയപ്പോൾ എന്താ പറയണമെന്നറിയാമോ? അത് നിങ്ങൾ മനസ്സിലാക്കണം നല്ലതാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ആളിൻ്റെ നിക്ഷേപം പിടികിട്ടത്തില്ലേ? നമുക്ക് നല്ല നിക്ഷേപം ഉണ്ടെങ്കിൽ ബാങ്കുകാർ നമ്മൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചായ പരത്തി തരുമല്ല. നമ്മൾ ലോണിന് ചെന്നാൽ അവർ മാനേജറിന് അവിടുന്ന് ബാത്റൂമിൽ പോയിരുന്ന് അകത്ത് കിടിപ്പിട്ടുകൊണ്ട് അവിടെ ഇരിക്കും. ആ വ്യത്യാസം അതാണ്, റിലേഷൻ്റെ വ്യത്യാസമാണ്. നമുക്ക് നല്ല നിക്ഷേപം ബാങ്കിലുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മാനേജർ കസേര വരച്ചിട്ട് തരും, ചായ പരത്തി തരും. നമുക്ക് നിക്ഷേപം ഇല്ലെങ്കിൽ അയാൾ ആ കസേരന്ന് അപ്പം തന്നെ ഓടി പാത്ത് കളയും. എന്താ, നമ്മൾ ലോൺ എടുക്കാൻ വരികയാണെന്ന് അറിയാൻ പറ്റും. ഇതാണ് സംഭവം. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുസ്ഥനിൽ നമുക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ നമ്മൾ പറയണ എല്ലാം നടക്കും. നിങ്ങളെപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത്ര അങ്കലം ഇപ്പോൾ കിട്ടത്തില്ലേ, ജയിക്കുക ഇല്ലേ, ജോലി കിട്ടുക ഇല്ലേ, വിസയ്ക്ക് സായിപ്പ് പറഞ്ഞ എനിക്ക് മനസ്സിലാകുക ഇല്ലേ, ഞാൻ പറഞ്ഞ അയാൾക്ക് മനസ്സിലാകുക ഇല്ലേ, അത് വിസ ഡേറ്റ് കിട്ടിയിട്ടില്ല, ഇപ്പം തന്നെ ഓർത്ത് വേർക്കുകയാണ്. എന്ത് കാര്യത്തിന്? നിനക്ക് ഇവിടെ വേണ്ടത് നിക്ഷേപമാണ് വേണ്ടത്. ദൈവത്തിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ നിനക്ക് കോൺഫിഡൻസ് ആയി. നമ്മുടെ കോൺഫിഡൻസിലാണ് നമ്മൾ ധ്യാനം തുടങ്ങിയല്ലേ, ആത്മവിശ്വാസം. ആധ്യാത്മികമായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നിക്ഷേപത്തിലാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവള് തന്നെ ഈ രതി തന്നെ ഈ പത്രം കൊടുക്കുന്ന ഇടയ്ക്ക് ഒരു ക്യാൻസർ, പത്തനംതിട്ടയിലുള്ള ഒരു ക്യാൻസർ 4th സ്റ്റേജ് വല്യപ്പനെ കണ്ട്. അപ്പോൾ വല്യപ്പനോട് പറഞ്ഞ്, വല്യപ്പ ഉടമ്പടി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതാ വിഷയം. രതിയായി പറഞ്ഞ ഉടമ്പടി എടുത്താൽ മതി, ഇതെല്ലാം മാറും, ഇതൊന്നും കാര്യമില്ലെന്ന് പറയും. അപ്പോൾ ഉടനെ വല്യപ്പൻ്റെ വൈഫ് അവിടെ ഇപ്പോൾ ഉണ്ട്. വല്യപ്പനെ കേൾപ്പിക്കാതെ രതിയോട് പറയുവേ, 30 സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയും. അതെന്താ സംഭവം? അതെന്താ വെച്ച് കഴിഞ്ഞാൽ 30 സമയം കഴിഞ്ഞിരിക്കണമെന്ന് അവർ പറഞ്ഞെന്ന്. ആര്? ആശുപത്രിക്കാർ പറഞ്ഞെന്ന്. വല്യമ്മ ആ ദൈവവചനമായിട്ട് അത് വിശ്വസിച്ച് നടക്കണം. അപ്പോൾ പറഞ്ഞ് സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ സമയത്തെ അറസ്റ്റ് ചെയ്യണേ വിശ്വാസം കൊണ്ട് ചെയ്യണത്. അപ്പോഴേ പോകാൻ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ ഒഴിവാക്കണമല്ല, ഇവള് മാറുന്നില്ലല്ല. ഇവളെ ഒഴിവാക്കാൻ വേണ്ടി വല്യമ്മ ഉടായ്പ പറഞ്ഞ്, പോകാൻ കൊച്ചേ പോരാവേ, ഞങ്ങൾ പത്തനംതിട്ടന്ന് ആലപ്പുഴ വരണപ്പേ, എന്നാലും വരാ എന്നൊക്കെ പറഞ്ഞ് എന്ന് പോയി. പിറ്റേ ആഴ്ച പിന്നെ ഇവിടെ കണ്ണി വന്ന് പെട്ടു വല്യപ്പനും കൂടി. അപ്പോൾ നിങ്ങൾ പോയില്ലേ? ഞാൻ പോയില്ല കൊച്ചാ, പോകണം എന്നൊക്കെ പറഞ്ഞു. അവസാനം 3ാമത്തെ ഘട്ടത്തിൽ വല്യപ്പനെ അടിച്ചിട്ട് അവൾ പൊക്കി 5 ഇവിടെ കൊണ്ടുവന്നു. അപ്പോഴേ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുത്തിട്ട് ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണത്, ഇതെല്ലാം വിധങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും.
ഈ നിക്ഷേപം എന്നെ വഴി പറയണേ, നിക്ഷേപം എന്നെ വഴി പറയണേ. എന്നിട്ട് മാറി നിൽക്കും പറയും, മാതാവേ ഈ വല്യപ്പൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം. കാര്യം എനിക്ക് ഈശോയുടെ നാമത്തെ മറ്റുള്ള മുമ്പിൽ മഹത്വപ്പെടുത്തണം. അതാണ് ആ ദൈവത്തോടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര രസമാണ്. ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ അറ്റവും അർത്ഥത്തിലേക്ക് നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിവിടെയും കൊണ്ട് അവസാനിക്കും തോന്നില്ലേ ഉടമ്പടി. എന്നിട്ട് ഈ വല്യപ്പന് അവസാനം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ട് എങ്ങനെയാണ് ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, എങ്ങനെ തിരികെ എത്തിക്കേണ്ടത്, എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ ഈ റിസ്ക് ആരേറ്റെടുത്ത് രതിയുടെ ജാമ്യത്തിലാണ് ഈ 4th ക്യാൻസർ ഇരിക്കണത്. എന്നിട്ട് രതിയാണ് ഞാനിങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉദ്ദേശം അമ്മയെ പല മനുഷ്യരെ അറിയണം ഇതിലൂടെ, അതാണ് സത്യം. അപ്പം എൻ്റെ ഉദ്ദേശം, അപ്പോൾ ആ ഉദ്ദേശശുദ്ധി കറക്റ്റാണ്, നിക്ഷേപം കൂടുന്ന പരിപാടിയാണത്. അപ്പോൾ അമ്മ ഈ വിഷയം ഈ ഫയലെടുത്ത് ഒപ്പിട്ട് കളയുടനെ എന്തെല്ലാം പറഞ്ഞാലും, സമയം പോയെന്ന് പറഞ്ഞാലും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാലും മറിയം അങ്ങോട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ, അങ്ങനെ പച്ചമഷി അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ വേറെ ഓവർ റൈറ്റിംഗ് ഒന്നും വരത്തില്ല. കർത്താവിന് അതിൻ്റെ പുറത്ത് കയറി ഒപ്പിടുകയില്ല, റിമാർക്ക് എഴുതത്തില്ല. അത് മറിയം. എന്താ കാര്യത്തിൽ അവർ അനാദികാലം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അവർക്ക് വചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കിട്ടും. അതിനുള്ള പ്രത്യേക അഭിഷേകം അവർക്കുണ്ട്. ഒരു വചനത്തിൻ്റെ മാതാവാണ് ശരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ വല്യപ്പൻ ആശുപത്രി RSS പോയിട്ട് പിറ്റേ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ക്യാൻസറും ഇല്ല ആളിന്. ആരാണ് ഇവർക്ക് സൗഖ്യം കൊടുത്തത്? രതി എന്ന് പറയുന്ന ആളാണ്. ഇത് ഈ വല്യപ്പനാരാണ്? ഒരു പച്ച ക്രിസ്ത്യാനി പോരെ. അതാ സംഭവം. ദൈവം ഈ വിഷയം നേരിട്ട് ചെയ്യണം. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്ന ഒരു വലിയ ഉടമ്പടിക്കാലം. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം.